ഇപ്പം അമേരിക്കയിലാണെങ്കിൽ പോലും നല്ല വിദ്യാർത്ഥികൾ MBA എടുക്കാൻ വരുന്നില്ല. ഈ ലോകപ്രശസ്തമായ മാനേജ്മെൻറ്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ കിട്ടാൻ പ്രയാസപ്പെടുന്ന സ്കൂളുകളൊക്കെ കേരളത്തിലും ഇന്ത്യയിലും ഇതുപോലെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ. ആ ഒരു വിഷയത്തിന് MBAക്ക് പകരം വേറെ ഏത് മേഖലയിലേക്കാണ് കുട്ടികൾ പോകുന്നത്? അതൊരു കാരണമാവില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഇങ്ങനെ ഒരു ഷീൻ പോകുന്നെന്ന് പറയുന്നത് ഒരു തരത്തിൽ ശരിയാണ്. അതായത് ഒരുപാട് MBA വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി മോശമായിട്ട് വരുന്നു. എല്ലാവർക്കും MBA ഉണ്ട്. അതേസമയം നല്ല സ്കൂൾസ്, ഡോക്ടർ അഷ്റഫ് പറഞ്ഞതുപോലെ അവർ എന്താ ചെയ്യുന്നു പറഞ്ഞാൽ സമയത്തിന് അനുസൃതമായിട്ടുള്ള തരത്തിൽ അവരുടെ കരിക്കുലം മാറ്റിക്കൊണ്ടുപോകുന്നു. ഫോർ എക്സാമ്പിൾ സ്റ്റാൻഫോർഡ് തന്നെ. സ്റ്റാൻഫോർഡ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ്. സോ വാട്ട് ദേ ഹവ് ഡൺ, ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ, വിച്ച് വാസ് ക്വൈറ്റ് ലോങ് ടൈം, അന്ന് തന്നെ ദേ ഗേവ് എ ചോയ്സ് MBA ഓർ MBA പ്ലസ് JD. അതായത് 2 കൊല്ലം കൊണ്ട് MBA കിട്ടുക, അല്ലെങ്കിൽ 4 കൊല്ലം കൊണ്ട് യു ഗെറ്റ് എ ലോ ഡിഗ്രി ആൻഡ് MBA. അത് കുറേ പേര് എടുത്തു, വിച്ച് ഇസ് ക്വൈറ്റ് യൂസ്ഫുൾ ഫോർ ദം. അപ്പം ലോയിന് പോകുന്ന ആൾക്കാർക്കും ഈ മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഈയിടെ അവർ വേറൊന്ന് ചെയ്തു, MBA പ്ലസ് MS ഇൻ കമ്പ്യൂട്ടർ സയൻസ്. എന്താ കാര്യം? സിലിക്കോൺ വാലിയിൽ എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അതിന് വിടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതുപോലെ കറിക്കുലം മാറുന്നു. പിന്നെ വേറെ അതിനകത്തൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? ആ ഫ്ലെക്സിബിലിറ്റി നോട്ട് ടു ഫ്ലെക്സിബിൾ, സമയാനുസൃതമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതേസമയം again I want to go back to what Dr. Asharaf said. ഇപ്പോൾ പല സ്ഥലത്തും ഈ യൂണിവേഴ്സിറ്റി MBAs എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറിക്കുലം വളരെ വേഗം ഔട്ട്ഡേറ്റഡ് ആവുന്നു. അതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസ് ആയിട്ടുള്ള IIMs, ഫോർ എക്സാമ്പിൾ ASB, ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഓട്ടോണമി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡേറ്റ മൈനിങ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഡൻലി ബിക്കംസ് ഇൻട്രസ്റ്റിംഗ്, ഒരു കോഴ്സ് ഞങ്ങളങ്ങ് ഓഫർ ചെയ്യും, ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റിയോ മറ്റോ കൊണ്ടുവന്നിട്ട്. അങ്ങനെ വരുമ്പോൾ we are able to produce people who are employable. അതാണ് MBAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ. പുറത്ത് വരുന്ന ആൾക്കാർ ആർ ദേ സ്കിൽഡ് ഇൻ ദ തിങ്സ് ദറ്റ് ആർ റെലവൻറ്റ് എന്നുള്ളത്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ്, ഇഫ് യു ഡു എൻ MBA you will learn finance. Suppose you join a company as a marketing person, you learn more and more marketing. Finally you reach the head of marketing level. പക്ഷേ you may know nothing about finance or about operations. അതേസമയം ഒരു MBA എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ they make you more general. ശകലം ഓപ്പറേഷൻസ് അറിയാം, ശകലം സ്ട്രാറ്റജി അറിയാം. അപ്പം if you reach a senior level you can easily move to another function. ഈ ഷീൻ പോകുന്നത് ആക്ച്വലി I looked at some facts. നമ്മൾ if you look at the, let's take India, ഈ CAT ആണ്, that's an exam that many people write for the IIMs എന്നൊക്കെ പോകുന്നത്. They say the sheen has gone എങ്ങനെ from 250,000 people who wrote it in 2006, but 200,000 people write it this year. Oh, it is all in the, and out of that maybe if you take the top 3-4 IIMs, അതിൽ ആപാട് 1000 പേരെ കണ്ടേ പോകുന്നുള്ളൂ. Even if you take the top 20 schools or the top 13 IIMs and some of the other very good institutes, but in the maximum you're going to take 5,000-6,000 people. But that kind of ratio, if you look at it, ഇപ്പോഴും IIM Ahmedabad 500 people are applying for one seat, which is the highest in the world. But that is still true. Well, I think Rajiv was saying, the top institutes, and I'm not talking about just the IIMs, but the top 50, 70, 100 institutes in India. Nalla quality teaching under, excellent faculty under, good students under, they make people employable, like he was saying. But nere marchi, we have about 3,000 odd management institutes in India, believe it or not. But in mushrooming destroyed, I think, over a bubble wall undayi. Maybe like 20 years ago, engineering institutes undayirunnu. But അതുപോലത്തെ those last 200-300 organizations are having a tough time. അത്രേ ഉള്ളൂ. അത് we should not extrapolate it to. പക്ഷേ രേഖമൻ, ഇപ്പോഴത്തെ ഒരു നോം, നിങ്ങൾ MBA പാസ്സാകാതെ ഒരു നല്ല മാനേജരാവില്ല, നിങ്ങൾ MBA പാസ്സാകാതെ ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണർ ആവില്ല. പക്ഷേ അമേരിക്കയിലെ ഇന്ന് നമ്മൾ കാണുന്ന വലിയ കമ്പനികളൊക്കെ സ്ഥാപിച്ചതും വളർത്തിയെടുത്തതുമായിട്ടുള്ള ആൾക്കാർ, അവരുടെ ചിന്തകളാണ് പിന്നീട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആയിട്ടും മാനേജ്മെൻറ്റ് നോളജ് ആയിട്ടും വളർന്നു വന്നത്. അപ്പോൾ ഒരു MBA എന്നുള്ളത് ഒരു എസെൻഷ്യലാണോ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ മാനേജ്മെൻറ്റ് മൈൻഡ്, ഫോർ എ മാനേജ്മെൻറ്റ് തിങ്കിങ്, മാനേജ്മെൻറ്റ് പ്രോസസ്? ഞാൻ ആക്ച്വലി എല്ലാവരും സംസാരിക്കാൻ ഞാൻ ഒന്ന് ആലോചിക്കായിരുന്നു. ഓക്കെ, ഐ ടോക്ട് അബൌട്ട് സെൽഫ് ലേണിംഗ്. ഇറ്റ്സ് ആക്ച്വലി നോട്ട് ട്രൂ. സെൽഫ് ലേണിംഗ് മാത്രമായിരുന്നില്ല. ഐ ഹാഡ് 2 mentors all along.
ഒന്ന് ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു. കമ്പനി 15 പീപ്പിൾ. അതിൽ ഞാനൊരു ക്വാളിറ്റി എഞ്ചിനീയർ അല്ലെങ്കിൽ ഡെവലപ്പറായിട്ട് കയറിയതാണ്. ആ സമയത്ത് എൻ്റെ മെൻറ്ററായിട്ട് വന്നത് അവിടുത്തെ CEO. ഹീസ് എ ഹാർവേഡ് ഗ്രാജുവേറ്റ്. ഹാർവേഡ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ വൺ ഡേ ഞാനിങ്ങനെ എന്തോന്ന് ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം. സ്റ്റാർട്ടപ്പിൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ വി ഹാവ് ഓപ്പൺ ക്യൂബ്സ്. അപ്പോൾ ഞാനിരിക്കുന്ന എൻ്റെ ക്യൂബ് ഷെയർ ചെയ്യുന്നത് CEO ആണ്. And I, being a novice, 23 years or 24 years old, I'll just chat, right? ഞാനിപ്പോൾ നോക്കണില്ല ആൾ CEO ആണ്, ഞാനങ്ങ് സംസാരിക്കും. അപ്പോൾ at one point he said, Mike, his name is Mike Grossman, he said, can I take you in? I can be your mentor. അപ്പോൾ ഞാൻ ചോദിച്ചു, what is that? അതായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. Then every week he would spend half an hour with me. He said, talk about anything, whatever topics you want to talk. You know, like I said, maybe in the future I want to open up a coffee shop. Okay, പറയാം, അതും പറഞ്ഞോളൂ. Like, and because then he said after his Harvard degree, first thing he did was a T-shirt business, right? So he would share nothing software, nothing. He would talk about that. I would talk about my aspirations, which was like coffee shop, tattugada, whatever, right? Angane, but all along 4.5 years I was with him. He was always mentoring me. So when Rajiv and Sankar and Asharaf were talking, I was just thinking, self-learning matra ayirunilla. I had influential people in my life. Mike Grossman. Then അത് കഴിഞ്ഞിട്ട് ഞാൻ വിട്ടിട്ട് പോയ കമ്പനിയിൽ Mercury that got acquired by Hewlett Packard. So there was a Stanford graduate who took me under his wing. Not intentional. It so happened that the very first time I questioned something about the process, he sat with me and he explained why the process was that. And I questioned it. I challenged it. I said, that's not the right process. He said, what would you do? And I explained. He said, okay, let's implement it. So that was a growth part. But from 2004 until I left US, he was my mentor because we changed companies together. He left the Hewlett Packard, he went somewhere else. I was, asked to join him, right? So then think about almost 10 years. I was again under his wings getting mentored. So this is where, the lack of the formal education that I might not have gotten from like institute. School. I actually got it from the real world, but actually there was a solid mentor at any given time.